ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ വെന്യൂ. അപ്പൊ ഇന്നും കോഡ് സെറ്റ് ആണ് കേട്ടോ. നമ്മൾ കുറച്ച് മുമ്പ് ഇതിനൊരു റെഡ് ഇട്ടായിരുന്നു, ഒത്തിരി പേർക്ക് കിട്ടാതെ പോയിട്ടുണ്ട്. അപ്പൊ അതുപോലെ ആ ഒരു ഫാബ്രിക് തന്നെയാണ് റയോണില് ഇതുപോലെ നമ്മുടെ ഷർട്ട് കോളർ പാറ്റേണിലോട്ട് ടോപ്പ് പ്ലസ് ബോട്ടം ഇതുപോലെ ഒരു പെൻസിൽ ബോട്ടം ആയിട്ട്, പെൻസിൽ ബോട്ടം ലെങ്ത് കുറച്ചിട്ട് ഇതേപോലെ ഒരു കോഡ് സെറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതും നമുക്ക് ലിമിറ്റഡേ ഉള്ളൂ കേട്ടോ. ഇതിന്റെ പ്രിന്റ് ആണ് അതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഇത് കണ്ടോ, ഇതാണ് അതിന്റെ പ്രിന്റ് വരുന്നത്. ചെറിയൊരു ഡിസൈനിൽ ഇതുപോലെ ഒരു ലീഫിന്റെ ഡിസൈനാണെന്ന് പറയാൻ പറ്റില്ല, അതുപോലത്തെ ഒരു ഡിസൈനിലോട്ട് ഫുള്ളി ഇതുപോലെ വരുന്നുണ്ട്. എന്നിട്ട് ഓൾ ഓവർ ആ ഒരു പ്രിന്റ് അതിന്റെ ബാക്ക് സൈഡ് നമ്മൾ കൊടുത്തേക്കുന്ന ബോട്ടം ഇതിന്റെ തന്നെ സെയിം ഫാബ്രിക് കൊണ്ടുള്ള ബോട്ടം ആണ് നമ്മൾ കൊടുത്തേക്കുന്നത്. ബോട്ടത്തിന് ഇതാ ഇതുപോലെ ഇലാസ്റ്റിക് വെച്ചിട്ട് ഇതുപോലെ സെയിം ഒരു പെൻസിൽ ബോട്ടമായിട്ട് എൻഡിൽ കട്ടിങ് വെച്ചിട്ട് പെൻസിൽ ബോട്ടം ഭയങ്കര സ്മൂത്ത് ആണ്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഞാൻ പറഞ്ഞില്ലേ, നമുക്കിപ്പോൾ ലോങ് നോക്കുമ്പോൾ ഇതിന്റെ പ്രിന്റും ആ ഭംഗി അത്രയും കിട്ടില്ല. ഇതൊരു ക്രീമിലോട്ട് ഈ ഒരു പ്രിന്റാണ് ഇതിനകത്ത് മോസ്റ്റ്ലി വന്നിരിക്കുന്നത്. എല്ലാ കളേഴ്സും ഉണ്ട് കണ്ടോ, ഇതുപോലെ വന്നിട്ട്. അപ്പം കുറച്ചേ ഉള്ളൂ ഇത് ക്വാണ്ടിറ്റി. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഫസ്റ്റ് ഉള്ളവർക്കാണ് കിട്ടുന്നത്. അപ്പൊ സെക്കൻഡ് വൺ വന്നിട്ട് ഇതുപോലെ കോട്ടണിലാണ്, സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയലിലോട്ട് ഇതുപോലെ നല്ല സൂപ്പർ ഒരു ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു മെറ്റീരിയൽ ഉണ്ട്. ഇത് നമ്മൾ വിത്ത് ലൈനിങ് ആണ് ചെയ്തേക്കുന്നത്. ട്രാൻസ്പെറന്റ് വൈറ്റ് എപ്പോഴും നമുക്ക് വിത്തൗട്ട് ലൈനിങ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ നല്ല ക്വാളിറ്റി ഉള്ള കോട്ടൺ ലൈനിങ് ആണ് ഇതിനകത്ത് കൊടുത്തേക്കുന്നത്. ഷർട്ട് കോളർ പാറ്റേൺ തന്നെ ഇതിലും ചെയ്തേക്കുന്നത്. ബാക്ക് സൈഡും ഇതേപോലെ തന്നെ. ഇതിന്റെ പ്രിന്റ് ഞാൻ ക്ലോസ് ആയിട്ട് കാണിച്ചത്. നല്ലൊരു സ്റ്റാൻഡേർഡ് തോന്നുന്ന ഒരു പ്രിന്റ് ആണ് കേട്ടോ. ഇത് കണ്ടോ, ഇതുപോലെ ഇതൊരു ബ്ലോക്ക് പ്രിന്റ് വന്നിരിക്കുന്നതാണ് കേട്ടോ. അതിന്റെ തന്നെ ബോട്ടം നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതേപോലെ ഒരു പെൻസിൽ ബോട്ടം ആയിട്ട് ഫ്രണ്ടിൽ ഇലാസ്റ്റിക്, രണ്ട് സൈഡും ഇലാസ്റ്റിക് ഒക്കെ വെച്ചിട്ട് പെൻസിൽ ബോട്ടം ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പലാസോ ആയിട്ട് ചെയ്യണമെങ്കിലും പറഞ്ഞാൽ മതി. വിത്ത് ലൈനിങ് ആണ് ചെയ്തിരിക്കുന്നത് ടോപ്പ്. അപ്പോൾ ഞാൻ ആ ഒരു പാറ്റേണും കൂടെ വേറെ ഇത് കാണിച്ചു തരാം. ഓക്കെ, ഈ ഒരു പാറ്റേൺ ഇതേപോലെ ഉണ്ടാവും. വിത്ത് ലൈനിങ് ആണ്. 47 ലെങ്ത് ആണ്. ബോട്ടം ഇതുപോലെ ഒരു പെൻസിൽ ബോട്ടം ആയിട്ട് നല്ല സ്റ്റൈലായിട്ട് വേറെ ചെയ്യാൻ പറ്റുന്നത് കണ്ടോ. ഞാനിപ്പോൾ വേറെ ഇതേക്കുന്നുണ്ട്. ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് വിത്തൗട്ട് ലൈനിങ്ങിൽ ഒരു പെൻസിൽ ബോട്ടം ആയിട്ട് ചെയ്തിട്ടുണ്ട് ഇതേപോലെ. അപ്പോൾ ഷർട്ട് കോളർ പാറ്റേണിലോട്ട് ഇതേപോലെ ഒരു ചെറിയൊരു വി കട്ടിങ് വന്നിട്ട് ഷർട്ട് കോളർ പാറ്റേണിലോട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ നല്ല ക്വാളിറ്റിയുള്ള കോട്ടൺ ലൈനിങ് ആണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ എല്ലാ സൈസും അവൈലബിൾ ആണ്. ബുക്ക് ചെയ്തിട്ട് ഒരു 10 to 15 വർക്കിംഗ് ഡേയ്സ് അത്രയും എടുക്കില്ലെങ്കിലും അത് പറയുന്നതാണ് കേട്ടോ ടൈം പീരീഡ്. അതിനകത്ത് ഡെസ്പാച്ച് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ ഞാനിപ്പോൾ ഈ രണ്ട് പാറ്റേൺസിൽ വേറെ ചെയ്ത് ഇതുപോലെ ഇതൊരു കോഡ് സെറ്റ്, ഇത് വിത്ത് ഈ ഒരു ബോട്ടം, അങ്ങനെ ഈ രണ്ട് സെറ്റുകളാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇത് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ ഇട്ടായിരുന്നു. ചിലതിന് ബോട്ടം നമുക്ക് പ്ലെയിൻ ആണ്. ഇപ്പോൾ ടോൺ ടു ടോൺ വരുന്നതുകൊണ്ട് ഇപ്പൊ ഞാൻ ഈ വേറെ ഇതേക്കുന്നതിന്റെ ടോൺ ടു ടോൺ വരുന്നതാണ്. അപ്പം അതല്ലാതെ പ്ലെയിൻ വരുന്ന ബോട്ടം വരുന്നതുകൊണ്ട് പ്രിന്റഡ് അല്ലാതെ അങ്ങനെ ഇതിപ്പോ വേലൈൻ വിത്ത് വി കോളറിലോട്ട് നല്ല അടിപൊളി ഒരു ഇതാണ് കേട്ടോ. നമ്മൾ ഇതിന്റെ കളേഴ്സ് ഒക്കെ ചെയ്യേണ്ടായിരുന്നു. നല്ല ഫാബ്രിക് ആണ്. ഇതൊരു റെയർ കളറാണ്. ഇതുപോലെ കണ്ടോ, ഒരു മെഹന്തിയുടെ തന്നെ ഒരു ഡാർക്ക് വരുന്ന ഒരു ഷെയ്ഡാണ്. വി കോളറിലോട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് നെക്ക് മാറ്റി ചെയ്യണമെങ്കിൽ പറഞ്ഞാൽ മതി. കസ്റ്റമൈസേഷൻ പോസിബിൾ ആണ്. വിത്തൗട്ട് ലൈനിങ് ആണ്. എ ലൈൻ ആണ്. സൈഡ് കട്ടിംഗ് ഉണ്ട്. ഇതിന്റെ ബോട്ടം ഇതേപോലെ തന്നെ